എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സെലീനിയം ഐഡിയുടെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മെയിലിൽ സബ്മിറ്റ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. ഇന്ന് ബാലൻസ് ഉള്ള കുറച്ച് ബേസിക്സ് അല്ല, കുറച്ച് ആ ടൂൾസിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. കാരണം അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും പ്രാക്ടിക്കൽ നോക്കിയതിന് ശേഷം നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ ജസ്റ്റ് വെയിറ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, ഇപ്പം ഇതായിരുന്നു അല്ലേ നമ്മുടെ ഫോം. ഞാൻ സെലേനിയം ഐ ഡി ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ടെസ്റ്റ് കേസുകളൊക്കെ പോയി അല്ലേ. അതെടുക്കണമെങ്കിൽ ഫയലിൽ ഓപ്പൺ എടുക്കുക. അതിൽ നമ്മുടെ ടെസ്റ്റ് സ്യൂട്ട് കണ്ടോ, ആ ടെസ്റ്റ് സ്യൂട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ടെസ്റ്റ് കേസുകളും അതിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനാ ടെസ്റ്റ് സ്യൂട്ട് ആക്കിയിട്ട് സേവ് ചെയ്തതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു മിനിറ്റ്. ഇനി നമുക്ക് വേണ്ടത്, അതങ്ങോട്ട് നീക്കട്ടെ. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്നേ ഉള്ളൂ, അതാണ് അവിടെ കിടക്കുന്നത്. ഞാനിപ്പോൾ ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തു. സ്ലോ ആക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റത്തെ വാലിഡ് ഡാറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് കേസ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു, സ്ലോ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ എക്സിക്യൂട്ട് ചെയ്യണ്ടല്ലേ. എനിക്ക് പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്ക് നെയിമും ഏജും ഒന്നും ആഡ് ചെയ്യണ്ട. എനിക്ക് ഇമെയിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇമെയിൽ തൊട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം അതിനായിട്ട് നമ്മൾ ഇമെയിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ സെറ്റ് ഓർ ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ് എന്നുണ്ട്, അത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്ലേ ബട്ടൺ വരും ഇല്ലേ. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താവും, ആ ഇമെയിൽ തൊട്ട് മാത്രം അത് എക്സിക്യൂട്ട് ആവും. ക്ലിയർ ആയോ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എങ്കിൽ എന്താക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ്, ഇതിപ്പോൾ ക്ലിയർ ചെയ്തു. സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഏതാണോ ആ പോയിന്റ് സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ഓർ ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ തൊട്ട് മാത്രം എക്സിക്യൂട്ട് ആവും. മനസ്സിലായോ? ഇതിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണതിന് പകരം നമുക്ക് എന്താക്കാം, ഈ ആക്ഷൻസ് ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ഈ ജസ്റ്റ് വെയിറ്റ്, ആ ഇമെയിൽ സെലക്ട് ചെയ്തിട്ട് ആക്ഷൻസിൽ പോയിട്ട് സെറ്റ് ഓർ ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിപ്പോയി. അതല്ലെങ്കിൽ ആ ഇമെയിൽ സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പ്ലേ ബട്ടൺ വരും. വീണ്ടും എസ് ഞെക്കിയാൽ അത് പോകും. ഇപ്പം ഞാൻ ലാംഗ്വേജ് തൊട്ട് എസ് ഞെക്കുന്നു, അപ്പോൾ അവിടെ ഒരു പ്ലേ ബട്ടൺ വന്നു. വീണ്ടും എസ് ഞെക്കി അത് പോയി. എഗെയിൻ പ്രസ് ചെയ്യുമ്പോൾ ആ ബട്ടൺ വരും. ഇനി ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ലാംഗ്വേജ് തൊട്ട് മാത്രം അത് എക്സിക്യൂട്ട് ആവും. കണ്ടോ? അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്, സെറ്റ് ഓർ ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ് ബട്ടൺ. ഓക്കെ, ബട്ടൺ അല്ല, ഒരു മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്തുതരാം. ഇതൊക്കെ ഒരു ഡീബഗ്ഗിങ് കമാൻഡ്സ് ആണ്. ഓക്കെ, ഡീബഗ്ഗിങ് കമാൻഡ്സ് ആണ്. ഫസ്റ്റത്തെ നമ്മൾ പഠിച്ചതാണ് സെറ്റ് ഓർ ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ എസ് എന്നുള്ള ബട്ടൺ കീബോർഡിൽ പ്രസ് ചെയ്താൽ അത് വർക്കാവും. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പം ഞാൻ സ്റ്റാർട്ട് പോയിന്റ് ചൂസ് ചെയ്തു അല്ലേ. എനിക്കിനി ഒരു എൻഡ് പോയിന്റും കൂടി ചൂസ് ചെയ്യണം. ഈ ലാംഗ്വേജ് തൊട്ട് ഫയല് അപ്ലോഡ് ചെയ്യുന്ന വരെ മാത്രം മതി. ഓക്കെ, അപ്പൊ അതിനാണെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന വരെ വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള ലൈൻ ഉണ്ടല്ലോ, ഒരു മിനിറ്റ് ഞാൻ ആദ്യം തൊട്ട് കാണിച്ചുതരാം, ഫസ്റ്റ് തൊട്ട് കാണിച്ചുതരാം. എനിക്ക് ഇവിടെ നെയിം തൊട്ട് ഈ ഇമെയിൽ വരെ എനിക്ക് ചെയ്താൽ മതി. നെയിം തൊട്ട് ഇമെയിൽ വരെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ അതിനായിട്ട് നെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് എസ് ഞെക്കുക. എസ് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ക്ലിയർ സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കുക. അതല്ലെങ്കിൽ അവിടെ വരെ കൊടുക്കുക. ഇനി എൻഡ് പോയിന്റ് എടുക്കണമെങ്കിൽ ഇമെയിൽ വരെ അല്ലേ വേണ്ടു. അപ്പൊ അതിന് തൊട്ട് താഴെയുള്ള ഫീൽഡ് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടോഗിൾ ബ്രേക്ക് പോയിന്റ് എന്ന് കണ്ടോ,
അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ അത് പോസ് ആവും. ഞാൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നെയിം ആഡായി, ഏജ് ആഡായി, ജെൻഡർ ആഡായി, ക്വാളിഫിക്കേഷൻ ആഡായി, ഇമെയിൽ ആഡായി. അവിടെ എത്തിയപ്പോൾ അത് പോസ് ആയി. കണ്ടോ? ഇത് നമുക്ക് ഒന്നുകൂടെ ടോഗിൾ ബ്രേക്ക് പോയിന്റ് ഒരു ബി കീബോർഡിൽ ബി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ വരും. കണ്ടോ? ബി പ്രസ് ചെയ്യുമ്പോൾ അത് പോകുന്നുണ്ട്. അതല്ലെങ്കിൽ ആക്ഷൻസിൽ എന്താണ് ടോഗിൾ ബ്രേക്ക് പോയിന്റ് ഉണ്ട്. 3 വിധത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ട് പോയിന്റ് ചൂസ് ചെയ്യാൻ കീബോർഡിൽ എസ്, എൻഡ് പോയിന്റ് ചൂസ് ചെയ്യാൻ കീബോർഡിൽ ബി. ഓക്കെ, അപ്പൊ അടുത്തത് ഏതായിരുന്നു? അടുത്ത കമാൻഡ് ഏതാ? ടോഗിൾ ബ്രേക്ക് പോയിന്റ്. അത് കീബോർഡിൽ ബി എന്നുള്ള ബട്ടൺ. ഓക്കെ, ഇനി എന്ന് പറയണത് സിംഗിൾ ലൈൻ എക്സിക്യൂഷൻ. ഇതിപ്പോ ഞാൻ ഇതൊന്ന് കളയട്ടെ. എസ്, ഇത് ബി. എനിക്ക് ആകെ കൂടിയിട്ട് ഞാൻ അതൊന്ന് റീഫ്രഷ് ചെയ്യാം. എനിക്ക് ആകെ കൂടിയിട്ട് ഈ ഏജ് മാത്രം എക്സിക്യൂട്ട് ആയാൽ മതി. അപ്പൊ അതിനെന്ത് ചെയ്യും? നമ്മൾ ഏജിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ എക്സിക്യൂട്ട് ദിസ് കമാൻഡ് എന്നുണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഏജ് മാത്രം വന്നു. ഓക്കെ, അപ്പൊ അടുത്ത കമാൻഡ് ആണ് എക്സിക്യൂട്ട് ദിസ് കമാൻഡ്. അതിന് നമുക്ക് കീബോർഡിൽ എക്സ് എന്നുള്ള ബട്ടൺ ഞെക്കിയാലും മതി. ഓക്കെ, ഞാനിപ്പോൾ ഇമെയിൽ എടുത്തു, കീബോർഡിൽ ഞാൻ എക്സ് ഞെക്കണം, അപ്പൊ ഇമെയിൽ അവിടെ വന്നു. അതല്ല, ഫോൺ നമ്പർ എടുത്തു, കീബോർഡിൽ ഞാൻ എക്സ് ഞെക്കി, അപ്പോഴും വന്നു. ഓക്കെ, അതല്ല നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ആക്ഷനിൽ പോയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ദിസ് കമാൻഡ് എടുക്കാം. ക്ലിയർ ആയോ? അങ്ങനെ 3 മെയിൻ ഡീബഗിങ് കമാൻഡ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈ കമാൻഡ്സ് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല, നിങ്ങളോട് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റാർട്ട് പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം, ബ്രേക്ക് പോയിന്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് എന്തിനാ അങ്ങനെ ചോദിക്കണേന്ന് വെച്ചാൽ ഈ ടൂള് എത്രത്തോളം നിങ്ങൾക്ക് സ്പെസിഫിക് ആണ്, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ക്യാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡീബഗിങ് കമാൻഡ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ 2 കമാൻഡ്സ്, അതും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡീബഗിങ് കമാൻഡ്സ് അല്ല, അത് സെപ്പറേറ്റ് വേറെ കമാൻഡ്സ് ആണ്, വേറെ ടൂളുടെ പാർട്ടാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്റർവ്യൂവിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ GPay നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.